Hello friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഇയറിംഗ് കളക്ഷൻസ് ആണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും മെയിൻ ആയിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഇയറിംഗ്സ് എന്ന് പറയുന്നത്. അതിനോട് കുറച്ച് കൂടുതൽ ക്രേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വേലയ്ക്കൊക്കെ പോയി കഴിഞ്ഞ് ചെറിയ ചെറിയ ഷോപ്പുകൾ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഇയറിംഗ്സ് കിട്ടും. നല്ല അടിപൊളി ഭംഗിയുള്ള ഇയറിംഗ്സ് കേട്ടോ. കുറച്ച് മോഡേൺ ആയിട്ടും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഇയറിംഗ്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഇയറിംഗ്സ് ആണ്. അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇയറിംഗ്സ് നമ്മുടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ എൻ്റെ കമ്മലുകൾ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓരോന്നിലും ഓരോ കള്ളികളും ഓരോ കമ്മലുകളൊന്നല്ല, 2-3 കമ്മലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയും ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാധനങ്ങളും കൂടിയും വെക്കാം, കുറച്ച് കമ്മലും കൂടിയും വെക്കാം. അതുപോലെ ഇതിലും കുറച്ചും കൂടിയും വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മാക്സിമം ഉള്ള കമ്മലുകളൊക്കെ ഞാൻ അതിലിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഇനി ഞാൻ ഇതിലത്തെ ഓരോ കമ്മലുകളും എടുത്തിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ജിമിക്കിയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു ജിമിക്കിയാണ്. നല്ല മയിൽപ്പീലിയുടെ ഒക്കെ ഒരു ഇത് വരുന്ന ജിമിക്കിയാണ് കേട്ടോ. കണ്ടോ, നല്ല ക്യൂട്ടല്ല. അതുപോലെ തന്നെ വൈറ്റ് കളർ ബീഡ്സ് അടിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ മയിൽപ്പീലിയുടേതാണ്. ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയിൽ പെടുന്നൊരു സംഭവമാണ് കേട്ടോ. അത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം എന്താ പറയുക, ഖനമുള്ളൊരു കമ്മലാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നമ്മുടെ കുർത്തയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ സെറ്റ് സാരി ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നല്ലതായിട്ട് മാച്ചായിട്ട് പോകുന്നൊരു കമ്മലാണ് കേട്ടോ അത്. നെക്സ്റ്റ് ഇയറിംഗ് വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ വരുന്ന ഇയറിംഗ് ആണ്. ബ്ലാക്ക് മെറ്റലിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഒരു മിറർ വർക്കൊക്കെ വരുന്നതാണിത്. അപ്പോൾ ഇതും നല്ല കുർത്തയുടെ കൂടിയും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പട്ടുപാവാടയുടെ ഒക്കെ കൂടെ പോകുന്ന നല്ലൊരു അടിപൊളി ഇയറിംഗ് ആണ് കേട്ടോ ഇത്. അല്ല, അപ്പോൾ ഇത് കണ്ടോ, ഇതും നല്ല, എനിക്ക് കൂടുതൽ കുറച്ച് വലിയ കമ്മലുകളോടാണ് ഇഷ്ടം കേട്ടോ. സ്റ്റഡ്സ് ഇഷ്ടമാണ്, ചെറിയ ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റഡ്സ് ഇഷ്ടമാണ്. അതിനേക്കാൾ ഇഷ്ടം കൂടുതൽ ഇങ്ങനത്തെ വലിയ ഇയറിങ്സിനോടാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ, ആ ഒരു മിററിൻ്റെ സൂര്യപ്രകാശം നമ്മുടെ ഈ ഒരു മിററിലേക്ക് അടിക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇയറിങ്. ഇത് നമുക്ക് ബ്ലാക്ക് കളർ കുർത്തയുടെ കൂടെ അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് കളർ കുർത്തയുടെ കൂടെ പിന്നെ അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ മാച്ചായിട്ട് പോകുന്ന ഒരു ഇയറിംഗ് ആണ് കേട്ടോ അത്. പിന്നെ നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ്. ബ്ലാക്ക് കളറിൽ നമ്മുടെ വൈറ്റ് സ്റ്റോൺസ് സൂം ഔട്ടായിട്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ, കണ്ടോ. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് കളറിൽ വൈറ്റ് സ്റ്റോൺസ് അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ വരുന്ന ഒരു കമ്മലാണ് കേട്ടോ ഇത്. ഇതും നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ജീൻസിൻ്റെ കൂടെ പറ്റില്ല, ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ പിയർ ചെയ്യാം കേട്ടോ നമുക്ക്. കണ്ടോ, അത് ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിൽ കുറേ കളേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെ നമുക്കിത് പോകും. നെക്സ്റ്റ് ഇയറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഇത് എന്താ ഇപ്പോൾ പറയുക, ഒരു പ്രത്യേക കളറിൽ നല്ല അടിപൊളി സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഇയറിംഗ് ആണ്. കണ്ടോ,
ഇത് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വിയറിൻ്റെ കൂടെ, അതായത് ഡ്രസ്സ്, സാരി, പിന്നെ നമ്മുടെ സെറ്റ് സാരി, അതിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഇയറിംഗ് ആണ്. അടുത്ത ഇയറിംഗ് എന്ന് പറയുന്നത് വേറൊരു ക്യൂട്ടായിട്ടുള്ള ഇയറിംഗ് ആണ്. വെറും വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ കുർത്തയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഇയറിംഗ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. വേണ്ടോ, നെക്സ്റ്റ് വൺ വന്നിട്ടൊരു ഹാങ്ങിങ് ടൈപ്പുള്ളൊരു ഇയറിംഗ് ആണ് കേട്ടോ. ഇത് വേണ്ടോ, ഒരു ബ്ലൂ കളർ സ്റ്റോണും അതുപോലെ തന്നെ വൈറ്റ് കളർ സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള, അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഇയറിംഗ് ആണ് കേട്ടോ. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുമെന്ന് തോന്നില്ല, അത്രയും വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. കണ്ടോ, നമ്മുടെ നെക്സ്റ്റ് ഇയറിംഗ് വന്നിട്ട് ഒരു ഹാങ്ങിങ് ഇയറിംഗ് തന്നെയാണ്. ഇതും ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്, അതുപോലെ നല്ല സ്റ്റൈലിഷും ആണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെ ആണെങ്കിലും എന്താ പറയുക, കുർത്തയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഇയറിംഗ് ആണ് കേട്ടോ. ഉണ്ടോ, ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. നമുക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഒന്നും എന്താ നമ്മൾ എടുത്തിട്ടില്ലാത്ത പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അത്രയും വെയിറ്റ് കുറവാണ് ഇതിന്. നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്രീൻ കളർ സ്റ്റോൺസും അതുപോലെ തന്നെ അങ്ങനെ സിൽവർ കളർ ഹാങ്ങിങ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അടിപൊളി ഇയറിംഗ് തന്നെയാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് വലിയ കമ്മലാണ് കേട്ടോ. നമുക്കൊരു നല്ല വലിയ ഒരു ഫംഗ്ഷൻ, മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ റിസപ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് ഫുൾ വൈറ്റ് സ്റ്റോൺ അതുപോലെ വൈറ്റ് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി കമ്മലാണ്. ഈ ഒരു വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റും.
ഇത് അത്ര ഹെവി അല്ല, പക്ഷെ കാണുമ്പോൾ നല്ല ഹെവി ആയിട്ട് തോന്നും. പക്ഷെ വെയ്റ്റ്ലെസ് ആണ് കേട്ടോ, അധികം വെയിറ്റ് ഇല്ല ഇതിന്. അടുത്തത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളർ സ്റ്റോൺസ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇയറിംഗ്. കുർത്തയുടെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സാരിയുടെ കൂടെ ആണെങ്കിൽ നമുക്ക് മാച്ചിങ് ആണ് കേട്ടോ. ആണോ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വേറൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതുണ്ടോ, ഇത് കുറേ കളേഴ്സ്, റെഡ് ആൻഡ് ബ്ലൂ, പിന്നെ ഗ്രീൻ, എല്ലാ ലൈറ്റ് ബ്ലൂ, റെഡ്, ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അങ്ങനെ കുറേ കളേഴ്സ് സ്റ്റോൺസ് വെച്ചിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ. കണ്ടോ, ഇതും അത്യാവശ്യം വെയിറ്റ് കുറവായിട്ടുള്ളൊരു കമ്മലാണ്. അപ്പോൾ എന്താ അത്രയേ ഉള്ളൂ എൻ്റെ ഇയറിംഗ് കളക്ഷൻ എന്ന് പറയുന്നത്. കുറച്ച് ഇതിലുള്ള മാക്സിമം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. 2-3 പീസൊക്കെ മാത്രമേ കാണിച്ചു തരാത്തതുള്ളൂ. അത് ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇയറിങ്സ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കിയതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.